ഹലോ ഗൈസ്, മെയ്ജോ എഫ് കെ. നല്ലൊരു ചിക്കൻ കറി നമുക്ക് റെഡിയാക്കാം. സ്പെഷ്യൽ ചിക്കൻ കറിയാണ്. അപ്പം അതിനായിട്ട് നമ്മൾ വെളുത്തുള്ളി, തക്കാളി, സവാള, പച്ചമുളക്, ഇഞ്ചി, മാഗി ക്യൂബ്, തൈര് ഒരു 4 സ്പൂൺ തൈര് എടുത്തിട്ടുണ്ട്. അടുപ്പത്തേക്ക് പാത്രം വെക്കാം. അടുപ്പത്തേക്ക് പാത്രം വെച്ചിട്ട് നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിനുള്ള ഒഴിച്ചു കൊടുത്ത് അതൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി, സവാള, ഇഞ്ചി, വെളുത്തുള്ളി എന്നിവ സാധനങ്ങൾ നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്ത് നല്ലോണം ഇളക്കി മൂപ്പിച്ചെടുക്കണം. നല്ലോണം വാട്ടിയെടുക്കണം. എന്നാലേ അത് ആ പച്ച ചുവയൊക്കെ അങ്ങോട്ട് പോവുള്ളൂ. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്ത് അതും ഇളക്കാം. മുളക് പൊടിയല്ല എടുത്തേക്കണത്, കാശ്മീരി ചില്ലി, ഗരം മസാല, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി. അപ്പോൾ ഇത് നമുക്ക് അതിലേക്ക് ഇട്ട് അതും നമുക്ക് സവാളയുടെ കൂടെ തന്നെ മൂപ്പിച്ചെടുക്കാം. അത് നല്ലോണം മൂപ്പിച്ചെടുക്കണം. മൂപ്പിച്ചെടുത്ത് നല്ലോണം മൂത്ത് കഴിയുമ്പോഴേക്കും ഒരു ഇത്തിരി ചൂടുവെള്ളം നമുക്ക് അതിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് വറ്റിക്കാം. അത് റെഡിയായി കഴിയുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് മാഗി ക്യൂബ് ഇത്തിരി വെള്ളത്തിൽ ചാലിച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കഴിഞ്ഞിട്ട് നമുക്കതിലേക്ക് നമ്മുടെ ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചേക്കണ ചിക്കൻ നമുക്കതിലേക്ക് ഇട്ട് കൊടുത്ത് ഇതുപോലെ ഇട്ട് കൊടുക്കുക. ഇതുപോലെ നല്ലോണം ഇളക്കി നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ചിക്കനിൽ വെള്ളം ഉണ്ടാവുമല്ലോ, കോഴിയിൽ വെള്ളം ഉണ്ടാവും. കോഴിയിലെ വെള്ളവും നമുക്ക് ആവശ്യത്തിന് ഇത്തിരി കൂടെ വെള്ളം ഒഴിച്ചിട്ട് വേണം ഇവനെ ഇളക്കി വെക്കാനായിട്ട്. അത് നമുക്കൊരു ഇത്തിരി തൈര് നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാനുണ്ട്. നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷമാണ് തൈര് ഇട്ട് കൊടുക്കുന്നത്. ഈ ചിക്കൻ കറിക്ക് പ്രത്യേകിച്ച് പേരൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. പേര് ഇത് ഇഷ്ടപ്പെടണമെന്നുണ്ടെങ്കിൽ ലൈക്കും ഷെയറൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് പേരിടാം. അതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇതേപോലെ ഇത്തിരി തൈരും കൂടി ഇട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് വേണം ഇവനെ വേവിച്ചെടുക്കാനായിട്ട്. ഒരു 10-15-20 മിനിറ്റോളം ഇവനെ നമുക്ക് വേവിക്കണം. എന്നാലും ഇവൻ നല്ലോണം വെന്ത് കിട്ടുള്ളൂ. നല്ലോണം വേവിച്ച് കഴിക്കണേ നല്ലത്. അപ്പോൾ ഇതുപോലെ നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും പറയണല്ലോ, ആരും ചെയ്യാറില്ല. കാരണം പിന്നെ അത് കുഴപ്പമില്ല. അപ്പോൾ നമുക്കത് ഇതേപോലെ മൂടി വെച്ച് വേണം വേവിക്കാൻ. അപ്പോൾ ഒരു തിള കഴിഞ്ഞ് രണ്ടാമത്തൊരു തിളക്കം കൂടെ ഉള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ ഒന്ന് ഇളക്കണം, നല്ലാണ് അടിക്ക് പിടിച്ചിട്ടുണ്ടെന്ന് നോക്കണം നല്ലതാണ്. അപ്പോൾ എല്ലാവരോടും വീഡിയോ ഇഷ്ടപ്പെടണമെന്നുണ്ടെങ്കിൽ ചെയ്യാനൊന്നും പറയണില്ല. ചെയ്യാൻ പറഞ്ഞിട്ടൊന്നും ആരും ചെയ്യണില്ല. അപ്പോൾ ഇഷ്ടംപോലെ അങ്ങോട്ട് ആകട്ടെ എല്ലാവരും. അപ്പോൾ ഇത് ട്രൈ ചെയ്യാൻ മറക്കരുത്. സംഭവം ടേസ്റ്റാണ്. ഈ ഒരു മസാലയിൽ ഇങ്ങനെ ഒന്ന് റെഡിയാക്കി നോക്ക്. അടുത്ത വീഡിയോ ബൈ മെയ്ജോ എഫ് കെ.